പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലാറ്റിൻ കുർബാനയുടെ പ്രാരംഭ ശുശ്രൂഷ അനുതാപ കർമ്മമാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സഹോദരരോടും ദൈവത്തോടും സഹോദരരോടും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കർമ്മമാണ്. അതായത് ഈ ദിവ്യമായ കർമ്മം, പരിശുദ്ധ കുർബാന അർപ്പണം അത് നടത്തുമ്പോൾ നമുക്ക് ഈ അനുരഞ്ജനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അതാ പറയുക, അനുരഞ്ജനം നടത്തുക. അതാണ് മത്തായി 18:19, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. യോജിച്ച് ചോദിക്കുക, അത് 2 അർത്ഥത്തിലെടുക്കാം. സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന 2 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക. വെറുപ്പോടെ അല്ലാതെ ക്ഷമയോടുകൂടെ, ക്ഷമിച്ചും പരസ്പരം അനുരഞ്ജനപ്പെട്ടുമൊക്കെ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം കൃത്യമാണ്. യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇങ്ങനെ ക്ഷമ ചോദിക്കുക എന്നുള്ളത്. നമുക്കതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ബലിയർപ്പണത്തിന് മുൻപ് നമുക്കതെല്ലാം ദൈവത്തോടും ക്ഷമ ചോദിക്കാം, നമ്മുടെ സഹോദരങ്ങളോടും നമുക്ക് ക്ഷമ ചോദിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും
നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉദ്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ മോവാബ് സമതലത്തിൽ നിന്നും ജെറുസ്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. ഗിലയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും എഫ്രായിമിൻ്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗേബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറിസ്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും. അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്ത ദേശമാണിത്. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിൻ്റെ ദാസനായ മോശ അവിടെ നരൽ ചെയ്തതുപോലെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് ബെത്പേയോറിനോട് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നുവരെ അവൻ്റെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിയില്ല. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രയേൽ 30 ദിവസവും മോവാബ് താഴ്വരയിൽ മോശയെയോർത്ത് വിലപിച്ചു. മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്നു. ഇസ്രയേൽ ജനം അവൻ്റെ വാക്കു കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മുഖാമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല. കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോയുടെ ദാസന്മാർക്കും രാജ്യത്തിനു മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്വവും ഭയാനകവുമായ പ്രവൃത്തികളും മോശ അതുല്യനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം.
ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി. നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവം രമ്യതയുടെ സന്ദേശം ജനങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടെ നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തണം. അതാണ് ഇന്ന് ബൈബിൾ പറയുക, ഇന്നത്തെ സുവിശേഷം പറയുക, തെറ്റ് തിരുത്തണം. പക്ഷെ നമുക്ക് പേടിയാ, പറഞ്ഞ് ഇഷ്ടപ്പെടുമോ? ചേട്ടനൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പേടിയാ. ഇനി മകനോട് പറയാൻ പേടിയാ, അവൻ കടിച്ചു കയറാൻ വന്നാലോ? പറയാൻ പേടിയാ. പക്ഷെ പറയണമെന്നാണ് ബൈബിൾ പറയാം. ആദ്യം പറയണം. നമ്മൾ പക്ഷെ അവരോട് പറയാതെ വേറെ ആളുകളോട് പോയി പറയും. ഇല്ലേ, അമ്മായിയമ്മയുടെ കുറ്റം പോയിട്ട് സ്വന്തം വീട്ടിൽ പോയി പറയും. അമ്മ എന്താ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്, അമ്മയോട് തന്നെ ചോദിച്ചുകൂടെ? അതിന് പകരം നമ്മൾ അങ്ങനെ മറ്റുള്ള ആളുകളോട് പറയും. യഥാർത്ഥത്തിൽ ഈശോ നമ്മോട് ഇന്ന് പറയുന്നത് സംസാരിക്കണം. നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കണമെന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞത്, എനിക്ക് വിഷമമായി, അല്ലെങ്കിൽ നിനക്കൊരു തെറ്റുണ്ട്, നീ ഇങ്ങനെ പോയാൽ ശരിയാകില്ല, അങ്ങനെ പറയണം, പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു നിശബ്ദത കൊണ്ട് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം എന്തുമേതും പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ മൗനം പോലും അയാൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മളൊരു അബദ്ധം പറഞ്ഞെന്ന് കരുതുക. അപ്പോൾ ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഒരു 5-6 പേരുടെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കും. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ പറഞ്ഞതിൽ എന്തൊരു പിശകുണ്ട്. ഇനി നമ്മളെന്തെങ്കിലും ഒരു അൺനെസസറി ടോക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ളവർ പെട്ടെന്ന് നിശബ്ദരാവും. അപ്പം നോട്ടവും നിശബ്ദതയും അത് നമുക്കുള്ളൊരു ഹിൻ്റാണ്, നമുക്ക് തെറ്റ് മനസ്സിലാക്കാനായിട്ടുള്ള ഹിൻ്റാണ്. കാരണം പേടിച്ചിട്ട് ആരും പറഞ്ഞു തരികയില്ല. എന്തിനു പറയുന്നു, കൺപീള പോലും ഉണ്ട്, കൺപീള കണ്ണിലിരിക്കുന്നു എന്ന് പറഞ്ഞു തരികയില്ല. കാരണം പേടിയായിരിക്കും പറയാൻ. നമ്മുടെ മുഖത്തോട് നോക്കി സംസാരിക്കുന്നയാൾ നമ്മുടെ മുഖത്തുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു ശകലം മുഖത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരില്ല. അതാണ് ഇന്നത്തെ കാലം. പക്ഷെ പറയണമെന്നാണ് പറയണം. അപ്പം ക്ഷമിക്കണം. പിന്നെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഒരു എഫക്റ്റ് വരുന്നൊരു കാര്യമാണ് ആ വ്യക്തി ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ധൂർത്തപുത്രൻ തിരിച്ചു വരാൻ അപ്പൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വീട്ടിലും.
ചിലപ്പോൾ സ്വത്ത് വാങ്ങിച്ചിട്ട് അവൻ വീട് വിട്ടിറങ്ങുമ്പോൾ വിളിച്ചു കാണും, അയ്യോ മകനെ, എടാ മകനെ പോകല്ലേടാ, എടാ മകനെ നീ പോകല്ലേടാ എന്ന് പറഞ്ഞു കാണും. പക്ഷെ അവൻ കേൾക്കാതെ പോയി സ്വത്തൊക്കെ ദൂർത്തടിച്ച് അങ്ങനെ അവൻ കഷ്ടപ്പെടുമ്പോൾ അപ്പൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കാണും, എൻ്റെ മകൻ വരണേ, എൻ്റെ മകൻ വരണേ, എൻ്റെ മകൻ വരണേ, അങ്ങനെ പ്രാർത്ഥിച്ചു കാണും. അപ്പോൾ അതിനും ഒരു ഇഫക്റ്റുണ്ട്. സംസാരിക്കുക, പിന്നെ ആ തെറ്റം ക്ഷമിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി വീട്ടിലവൻ തിരിച്ചു വന്നു. വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നീ എന്ത് പണിയാ കാണിച്ചത്? നീ നമ്മുടെ സ്വത്തെല്ലാം വാങ്ങിച്ചിട്ട് പോയി നീ ദൂർത്തടിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നു, നിന്നോട് ആര് പറഞ്ഞു വരാൻ? നീ വീട്ടിലൊന്നും കയറണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അതാണ് അവിടെ ആ ക്ഷമ എന്ന ഒരു ആ വിഷയമേ സംസാരിക്കുന്നില്ല. അപ്പൻ ആ വിഷയമേ സംസാരിക്കുന്നില്ല. അതാണ് ആ ഒരു നിശബ്ദതയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവനെ നേടി എന്നാണ് പറയുക. അവനോട് സംസാരിച്ച് ഒരുത്തനെ തെറ്റ് തിരുത്തി അവനെ നേർവഴിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, അത് മത്തായിയുടെ സുവിശേഷം 18:15 അപ്പോൾ നിങ്ങൾ അവനെ നേടി, അപ്പോൾ നിങ്ങൾ അവനെ നേടി. പകരം പിതാവ് ആ ധൂർത്തപുത്രൻ്റെ അപ്പൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ അവനെ തിരിച്ച് എടുക്കാൻ പറ്റില്ലായിരുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ നേടാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തണമെന്ന് പറയുന്നത്? നമ്മൾ ഒരാളുടെ തെറ്റ് തിരുത്തിയാൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും. നമ്മളൊരാളുടെ തെറ്റ് തിരുത്തിയാൽ നമ്മുടെ പാപം, നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതേക്കുറിച്ച് പറയുന്നത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലാണ്. അതായത് ദൈവം ഒരാളെ തിരുത്താൻ ദൈവം തയ്യാറാണ്. പക്ഷെ അതിനൊരു മധ്യസ്ഥൻ പോലെ നമ്മൾ, ദൈവം നീ അവനോട് പറയ എന്ന് നമ്മളോട് ദൈവം പറയുകയാണെങ്കിൽ നമ്മൾ അവനോട് പറയണം, തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും, അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നമ്മൾ പറയാതിരുന്നാൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന പോലെയായി. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്ന്, ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും, എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും. ഇപ്പം യൂദാസിനോട് ഈശോ എത്ര തവണ പറഞ്ഞു, പാത്രത്തിൽ കൈമുക്കുന്നവൻ നിങ്ങളിൽ ഒരുവനെ ഒറ്റിക്കൊടുക്കും. എത്ര തവണ ഈശോ പറഞ്ഞു. പക്ഷെ അവൻ രക്ഷപ്പെടാതിരുന്നത് അവൻ്റെ കുറ്റമാണ്. പക്ഷെ പറയണം. അതാണ്. ഇത് തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അതായത് ഒരാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. ഇങ്ങനെ വാള് വരികയാണ്. വാള് വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും. വധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. അവൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ, എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും, എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും. അതാണ് നമ്മൾ പറയണം. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പറയണം. കള്ളുകുടിച്ച് വരുന്ന മകനോട് പറയണം, മകനെ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണം. തെറ്റ് ചെയ്യുന്നവനോട്, ലൈസൻസ് ഇല്ലാതെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന മകനോട് പറയണം, ഇത് തെറ്റാണെന്ന് പറയണം. പഠിക്കാതെ തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന മകനോട് പറയണം, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയണം. പറയാതിരുന്നാൽ നമുക്കത് കുറ്റമായി. ഇനി യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും
അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതായത് നമ്മുടെ പാപം പോവുകയാണ്. നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപം പോവുക. ഇനി നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ധൂർത്തപുത്രൻ ഇളയ മകൻ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ മൊത്തം നെഗറ്റീവാണ്. അപ്പോൾ അവനിങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ പോസിറ്റീവ് പറഞ്ഞു. അതാണ് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് പറയണം. ഒരാൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ്, നമ്മൾ നെഗറ്റീവ് പറയരുത്. ഇനി ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളുടെ കുറ്റം സംസാരിക്കരുത്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആവേ മരിയ സെൻറ്ററിലെ കുട്ടികളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഇവൻ ഭയങ്കര തെമ്മാടിയാണ്. ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, അവരെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവൻ ഇത്തിരി പെശകാണ്, ഇവനൊരു പഠിക്കുകയില്ല, ഇങ്ങനെ താരതമ്യം ചെയ്ത് സംസാരിക്കും, ആളുകളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ മക്കൾ ദയനീയമായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആ സിറ്റുവേഷൻ വളരെ ദയനീയമാണ്, ആളുകളുടെ മുമ്പിൽ വെച്ച് അവരുടെ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെയാണ് താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. ഒരു ആന്തരിക നിശബ്ദത വേണം. നമുക്ക് തെറ്റെന്താണെന്ന് മനസ്സിലായി, അപ്പോൾ അവനും മനസ്സിലായി, അമ്മക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. പക്ഷേ അമ്മ എന്നോട് മിണ്ടുന്നില്ല. അത് തിരുത്താനുള്ളൊരു വഴിയാവും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അതിന് മറുത്തൊരു മറുപടി പറയും. അപ്പം മറുത്തൊരു മറുപടി പറയുമ്പോൾ നമ്മളും എന്തെങ്കിലും പറയും. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മറുപടികളായിരിക്കും, നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്നത് മറുപടികളായിരിക്കും. ഈ മറുപടികൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതല്ലാതെ തെറ്റെന്താണെന്ന് വിചിന്തനം ചെയ്യാനുള്ള സാവകാശം നമ്മൾ കൊടുക്കേല. അതാണ് അതിൽ വരുന്നൊരു കുഴപ്പം. ഇനി മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഇപ്പോൾ നമ്മൾ ഇയാളോട് ഈ തെറ്റ് പറയാതെ, ഈ നിനക്കൊരു തെറ്റുണ്ടെന്ന് പറയുന്നതിന് പകരം അവനെക്കുറിച്ച് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിൻ്റെ ഒരു കുറ്റം വന്ന് പറഞ്ഞു എന്ന് കൂട്ടുകാരൻ അവനോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്ത് പണിയാണ് അമ്മ കാണിച്ച, അമ്മ നാട്ടു മുഴുവൻ എൻ്റെ കുറ്റം പറഞ്ഞു അടയ്ക്കാണല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിടിവള്ളി പോയില്ലേ, ആ ബന്ധം നഷ്ടപ്പെട്ടു. അതാണ് പിന്നെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനി നമ്മളിങ്ങനെ അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല പ്രാർത്ഥനകളും ദൈവം കേൾക്കും. ഒരു സഹോദരൻ ഇങ്ങനെ അവരുടെ കുടുംബത്തിലെ ചേട്ടനാണ് സ്വത്തൊക്കെ ഇങ്ങനെ അന്യായമായിട്ട് തട്ടിയെടുത്തു. അപ്പം എന്നോട് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആരോടും പറയണ്ട, കാരണം പറഞ്ഞ് വെറുപ്പ് മനസ്സിൽ വർദ്ധിക്കുന്നതല്ലാതെ ഒരു ഗുണം ഉണ്ടാകില്ല. അപ്പം ഇങ്ങനെ പറച്ചിൽ നിർത്തണം. ഈ യെശയ്യാ പ്രവാചന പുസ്തകം 58-ാം അധ്യായത്തിൽ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഉപവാസം. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ടിരിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ ഉപവാസം ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, അതായത് സഹോദരങ്ങളോടൊക്കെ രമ്യപ്പെടുക എന്നൊരു കാര്യമാണ് യെശയ്യാ 58-ാം അധ്യായം പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ 9-ാമത്തെ വാക്യം പറയുന്നത്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അതായത് ഈ അനുരഞ്ജനത്തിൻ്റെ അവസാനം ഒരു കാര്യമാണ്, റിസൾട്ടാണ് പ്രാർത്ഥന ദൈവം കേൾക്കും. ഇന്നത്തെ സുവിശേഷത്തിലും 18 മുതലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരനോട് പറയുക, അല്ലെങ്കിൽ സാക്ഷികളെ കൂടെ നിർത്തി പറയുക, അല്ലെങ്കിൽ പിന്നെ സഭയോട് പറയുക, സഭയും കേൾക്കുന്നില്ലെങ്കിൽ തള്ളിക്കളയുക. എന്നിട്ട് പറയുകയാണ് മത്തായി 18:10, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് നമുക്ക് വെറുപ്പും ഇങ്ങനെ അനുരഞ്ജനപ്പെടാത്ത അവസ്ഥയും ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതൊരു സൈക്കോളജി കൂടിയാണ്. ഈ അനുരഞ്ജനമില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ രോഗങ്ങൾ പോലും വരുന്നത്. ഈ വെറുപ്പിങ്ങനെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കാരണം ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിച്ച് മാറ്റണം. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും. നമുക്കങ്ങനെ പരിശ്രമിക്കാം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട്, ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം.
ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, എൻ യേശുവേ, നീ മാത്രമൻ സഹായം. യേശുവേ, എൻ യേശുവേ, നീ മാത്രമൻ സഹായം. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് അഭിവാദനം പറഞ്ഞപ്പോൾ തന്നെ, അതായത് ഒരു നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള കൃപ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്കും തരണമേ. ആമേൻ. അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാം. ദേവാലയത്തിൽ വരുന്നു, അൾത്താരയിൽ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു, എല്ലാം നിനക്കായി നൽകാം. ദേവാലയത്തിൽ വരുന്നു, ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കൽമഷമില്ലാത്ത കൃത്തും എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായേകാം. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു.
ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹാരായ മെത്രാനെയും ദൈവ വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും
നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.